ചേട്ടാ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. തന്നോട് ആര് പറഞ്ഞോ വെയിറ്റ് ചെയ്യാൻ? ഞാൻ മടങ്ങി വരുന്നവരെ താൻ ഇവിടെ കാത്തു നിന്നാ മതി. എവിടെ പോകുന്നു? പ്രാർത്ഥിക്കാനാണോ അല്ല കുമ്പസാരിക്കാനാ? എനിക്കിപ്പോ അറിയണം തറ എവിടെയാ. തറതേ ഇവിടെയാ, ഇരുന്നോളൂ. അതല്ലടോ തറക്കണ്ട ആരാന്ന്. ഈ നിലയ്ക്ക് തറക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ ആരാന്ന് കേട്ട് കാണും. പച്ചാളം പാപ്പച്ചൻ. പച്ചാളത്ത് കേട്ടുണ്ട്, പക്ഷെ പാപ്പച്ചൻ എന്ന് കേട്ടിട്ടില്ല. എന്നാ ഞാൻ കേൾപ്പിക്കും. നമ്മളാരാ? ഞാൻ മമ്മൂട്ടി. മമ്മൂട്ടി. കർത്താവേ, മനസ്സിലായില്ല കേട്ടോ മോനെ. ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവനോടുകൂടി ഇപ്പൊ ആദ്യമായിട്ട് കാണുക. അതേ ഛായ ആണല്ലേ? തറക്കണ്ടോ അവിടെ? തറക്കണ ഫാദർ അവിടെ ഇരിപ്പുണ്ട്. പയ്യപ്പോ ട്രൗസർ ഊരി പോവും. അയ്യോ മമ്മൂട്ടി മിണ്ടല്ലേ. ദേ അച്ഛന്റെ ഞരമ്പ് രോഗം പരിശോധിക്കാൻ വന്ന സായിപ്പ് ഡോക്ടർ ആയിരിക്കും. അതാ ഒരുമാതിരി തറയായിട്ട് സംസാരിച്ചോണ്ട് പോയത്, താണ്ടമ്മ ചേച്ചിയെ പോലെ. കാണിക്കുന്നത് അതിനൊക്കെ ഉണ്ട്. പള്ളിയിൽ കുർബാനയും കുമ്പസാരമായിട്ട് കുത്തിയിരിക്കേണ്ട അച്ഛന്മാര് പാട്ടും കൂത്തും മിമിക്രിയായിട്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യരെ കഷ്ടപ്പെടുത്താൻ. അതൊക്കെ നടത്താനേ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ പോലുള്ളവരുണ്ട് ഇവിടെ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കലാകാരൻ ഇവിടെ ഇരിക്കും. എന്നെ അങ്ങനെ ഇരുത്തിയിട്ട് യുവദർശനെ ഒതുക്കാമെന്ന് കരുതാം. മമ്മൂട്ടി ഇവിടെ ആരും ഇല്ലേ? തല്ലിക്കാനായിരിക്കും. എങ്കിൽ മമ്മൂട്ടി വേണ്ട, ഭീമന്റെ ഹൂനെ വിളിക്കാവും വരട്ടെ. പോവാനോ? അങ്ങനെ പോകാമെന്നവനല്ല ഞാൻ. താൻ വിളിക്കുന്നിടത്ത് വരെ ഞാനാരാ? തന്റെ കുശലിക്കാരനാണോ? എന്റെ ദൈവമേ. ഒരു കാര്യം, ഞാൻ അച്ഛന് അലവലാതി പിള്ളേരെ വിട്ട് യുവദർശനയുടെ പരിപാടി കലക്കാനാണ് ഭാവമെങ്കിൽ വാടകയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളുടെ പരിപാടി ഞാനും കലക്കും. ദേ ഇങ്ങനെ. ഇനിയുണ്ട് വേറെ. അപ്പൊ നിങ്ങളാണ് യുവദർശനയുടെ ആള്? അതെ, ഞാനാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ കം മാനേജർ, പച്ചാളം പാപ്പച്ചൻ. നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ തല്ലാനാണോ? വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. താൻ ആരോടോ? തറ വേറും തറയായതുകൊണ്ടല്ലേ താൻ ഈ തറപ്പണികളൊക്കെ ചെയ്തത്. പച്ചാളം പാപ്പച്ചന്റെ പച്ചയായ രൂപം താൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. താൻ എന്താ വിചാരിച്ചേ? ഒരു പരിധി വരെ എനിക്ക് അച്ഛനായിട്ടിരിക്കാൻ പറ്റൂ. താൻ തറയാണെങ്കിലേ ഞാൻ അടിത്തറയാ. കുറെ നേരം ഇല്ല തുടങ്ങിയിട്ട് ഒരു വള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ അളവ്. നിന്നെ ശരിക്കും എന്താ എന്ത് വെച്ചോ? മമ്മൂട്ടി അച്ചോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ആരോടെങ്കിലും പറയോ? പറയൂ അച്ചോ. ഓ ഇത് ഏത് കാലിനാ ഭർത്താവ്? എന്റെ ഈശോ ഇതാണ് ഓടിക്കേ. എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോ എന്റെ നടോടിക്കേ. അയ്യോ അറിയില്ല.
കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിംബായ്. എന്റെ കർത്താവേ, ഞാനിതാ പോണേ. ആന കരിമ്പുന്തോട്ടത്തിൽ കേറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പിൻതോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സൂസി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ, എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റ ഒരുത്തനാ ഇത് മുഴുവൻ വരുത്തി വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവ് എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ നിന്ന് വന്നു എന്നും പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനൊന്ന് കാണേണ്ടത് തന്നെയാ. 6 ഇഞ്ച് 8 അടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈ കൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളങ്ങിപ്പോയി. പോലീസിൽ അറിയിച്ചു. അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. പ്രോഗ്രാം അറിയിക്കണ്ട. നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ മുതൽ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. അതെന്താ? നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ. കാസിംബായുടെ ഇടികളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവ്, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. നീ എപ്പോ വന്നു? ഞാൻ വരുന്ന വഴിയാ. നിന്നോട് വരണ്ടെന്ന് പറയാൻ നമ്മൾ ഷൗക്കത്തേനോട് പറഞ്ഞിരുന്നല്ലോ. ഓനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ബാപ്പയെ ജയിലിലാക്കിയവർ പുറത്ത് തമാശയും കാണിച്ച് സൂക്ഷിച്ച് നടക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ ബാപ്പ പറയുന്നത്? ഏതായാലും നമ്മൾ ഇതിനകത്തായി. 5 കൊല്ലം എന്ന് പറയുന്നത് നാളെ പോയി മറ്റന്നാൾ കഴിയും. ഞമ്മക്കിവിടെ പരമാനന്ദ സുഖവാ. ഗോതമ്പിന്റെ ഉണ്ട സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഷുഗർ ഒട്ടുമില്ല. ഇറച്ചി മുട്ടയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല. അല്ലറ ഇരുന്ന പനിയെടുക്കുന്നതുകൊണ്ട് പ്രഷറും ഇല്ല. കിടക്കാത്തതുകൊണ്ട് നടുവേദനയില്ല. പിന്നെ ആൾ കൂടെ ഉള്ളത് കൊതുകിന്റെ ശല്യമാണ്. അതിനിപ്പോ ഒരു സാധനം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓ, ഞമ്മന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഈ വലിയ വലിയ ആൾക്കാർ കിടക്കാൻ നേരത്ത് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. എന്താണ് സാറന്മാരെ? Good night. ആ സാധനം തന്നെ. അതുള്ളതുകൊണ്ട് കൊതുക് കടിയില്ല. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം വിട്. നാളെ തന്നെ നീ ബോംബെക്ക് പോക്കൂ. അപ്പോ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ബാപ്പയുടെ ശ്രമം. ഇല്ല ബാപ്പ, കാസർഗോഡ് കാദർബായിയുടെ മകൻ കാസിം ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതിരിക്കണമെന്ന് ബാപ്പയ്ക്ക് അറിയാമല്ലോ. ആ മിമിക്രിക്കാരെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഇങ്ങനെയുള്ള ബിസിനസ് വേണ്ടാന്ന് ഞാൻ എത്ര കാലമായി ബാപ്പയോട് പറയണം. നീ ബോംബെ ചെന്ന് ചരക്കയക്കാൻ തുടങ്ങിയതാ വീണ്ടും ഈ കുഴപ്പത്തിന് കാരണം. ഉമ്മ വിചാരിക്കുന്ന പോലെ അത്ര മോശം ബിസിനസ് ഒന്നുമല്ല ഇത്. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്ന ബാപ്പ ഈ നാട്ടുകാർ ബഹുമാനിക്കുന്ന കാസർഗോഡ് കാദർബായി ആയത് ഈ ബിസിനസ് കൊണ്ടാ. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉമ്മയെ അമേരിക്ക കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമായിരുന്നു. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? സുഖമില്ലാത്ത ബാപ്പ ജയിലിൽ കിടക്കുന്ന കാര്യം നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇനി കൂടുതലൊന്നും ബാപ്പ ജയിലിൽ കിടക്കേണ്ടി വരില്ലുമ്മ. ഏതായാലും നമ്മുടെ എല്ലാം ഫോട്ടോ കാസിംബായുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയാൾക്ക് നമ്മളെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് നമ്മുടെ വീട്ടിൽ പോകല്ലേ? അല്ല, എന്റെ തലയെ മുട്ടയടിച്ച് വീശാൻ പഠിക്കും. അപ്പൊ പിന്നെ എന്നാരും തിരിച്ചറിയില്ലല്ലോ. ഞങ്ങളും ഒന്ന് തീരുമാനിച്ചു. പൊട്ടടിക്കാനാ? അല്ല, നിന്നെ പിടിച്ചുകൊണ്ടായ കാസിംബായുടെ കയ്യിൽ കൊടുത്തുള്ള വിവരം പറഞ്ഞ് ഞങ്ങളെ തടി തപ്പാൻ. നിങ്ങളിങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കാതെ അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല മാർഗം ഉണ്ടെന്ന് ആലോചിക്കേ. ഒരു വഴിയുണ്ട്. വല്ല മന്ത്രവാദിനെ വീട്ടിൽ പോകാനായിരിക്കും. ആക്കല്ലേ ഒരിക്കലും അബദ്ധം പറ്റി പറഞ്ഞാൽ മതി. അബദ്ധമായിരിക്കും. മതിയാക്ക്. ഞാനൊരു വഴി പറയാം. കൊണ്ടോട്ടിയിൽ എന്റെ കൊച്ചാപ്പന്റെ ഒരു അസ്മാദിയുണ്ട്. എനിക്ക് ഈ കംസ ഭയങ്കര രാധയാണ്. 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. എടാ ഡാം അടിക്കാതെ പോടാ. പടച്ചോനാണ് വീട്. സത്യം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറയുന്നത് അതെന്താ? നമ്മളെ വിളിച്ചയാൾ വരുമോ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാസിംബായി ഒറ്റയ്ക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്.
എന്താണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുപോയി വിളിച്ചു പോടാ. നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുളിച്ചിടാം. കൂട്ടായി നാളെ നമ്മുടെ ഫൈൻ ആർട്സ് ഹോളിലെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി തന്നെയാണ് യുവദർശനക്കാർ അതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഓപ്പൺ എയർ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ പ്രോഗ്രാം കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും പോകൂടാ? അവരുടെ ആലുവിലെ പ്രോഗ്രാം ഞാൻ കണ്ടതാ, നന്നായിരുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പരിപാടി നടത്തിയുള്ള നമ്മുടെ സ്ഥിതി ആലോചിക്കായിരുന്നു. എന്തോ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഓർക്കണമായിരുന്നു. പാവ എടുത്തവനെ പിടിക്കാനാ കാസിം ഭായി വന്നതെന്നാ ഞാനത്. അതെ നീ ഒരു കാര്യം ചെയ്യ്, നീ നേരിട്ട് ചെന്ന് കണ്ട് കാസിം ഭായിയോടുള്ള വിവരം പറഞ്ഞാ ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് പ്രോഗ്രാമിന് പോവാം. കാസിം ഭായി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? അപ്പൊ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഒരുത്തനെ ട്രൂപ്പിൽ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണുകയും ചെയ്യാം. അതെ. ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പുറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പിള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേരരിക്കും, എന്നിട്ട് കണ്ട മണാകുണാച്ചന്മാരുടെ കൂടെ കഴുത്തിയാ കെട്ടിക്കും. എങ്ങനെ സ്വാമിയിരുന്നു നിനക്ക്? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകളെ, ഈ ഇരിപ്പ് കണ്ട അച്ഛനെ സഹിക്കണില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. एक हवाई हवा की चोटी की तरह कभी हम कभी तो अहम। और कत्ल हमने किया, उसकी सजा मेरा बब्बा थी। मुझे फिक्र तो नीलों के और तकिया के। 20 साल के बाद एक आंधी शब्द आंधी के दिन मुझे रिहा कर दिया गया। इतनी बड़ी दुनिया में बिना किसी दोस्त, बिना किसी सपने से मैं अकेला रह गया। और कत्ल हमने किया, उसकी सजा मेरा बब्बा थी। അടുത്തതായി മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി.
നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്ന എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാറന്മാർ പറയുന്നത്? പ്രോഗ്രാം നടത്തണ്ടെന്നാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ തല്ലുകൂടി ഞങ്ങൾ വേണ്ട, കൊള്ളണ്ട. ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുപോവാ. നമുക്ക് ഓഡിയൻസ് ആണ് പ്രശ്നം, എല്ലാവരുടെ കാശാണ് പ്രശ്നം. അതെ, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക വന്നേ, വാ. നീ എന്താണ് ഈ ഒളിഞ്ഞു നോക്കുന്നത്? കാസിം ഭായി അവിടെ അങ്ങനെ ഇരിപ്പുണ്ടാ നോക്കിയതാണ്. അതെന്തൊക്കെ കാശും പോയാൽ കണ്ടാലറിയോ? കണ്ടാലറിയില്ല, പിന്നെ കൊണ്ടാലറിയോ? കൊണ്ടാലറിയും. നീ വന്നേ. യുവദർശനയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കലാദർശനക്കല്ലാതെ വേറെ ആർക്കും മിമിക്രി കളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്മാർ വിചാരിച്ചത്. തറക്കണ്ടത്തിന് നമ്മൾ തറ പറ്റിച്ചു. പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, 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 തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ. തറവറ്റിച്ചേ തറവറ്റിച്ചേ കലാദർശനെ തറവറ്റിച്ചേ, 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 കലാദർശനെ തറവറ്റിച്ചേ. പൊട്ടിച്ചേ പൊട്ടിച്ചേ. അതാ കലാദർശനോടല്ലേ ചവിട്ടി വിറ. അവന്മാരെ ശരിക്കൊരു പാഠം പഠിപ്പിക്കും. ബെന്നി, ആ പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ, പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ, പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ, പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ, പൊട്ടിക്കും ഞങ്ങൾ. അമ്മയുടെ വണ്ടിയില്ലേ? പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ, പൊട്ടിക്കും ഞങ്ങൾ. നോക്ക് എന്താ അവന്മാര് നമ്മളെ വാരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കെട്ടുകെട്ടിച്ചേ, കെട്ടുകെട്ടിച്ചേ, കലാദർശനെ കെട്ടുകെട്ടിച്ചേ, 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 കലാദർശനെ കെട്ടുകെട്ടിച്ചേ. കുറുക്കൻ നനഞ്ഞേ ചായം കളഞ്ഞേ വരുന്നേ നാണം മറന്നയ്യേ കുക്കു. മൂക്കില്ല രാജ്യത്തവൻ രാജ, മുറി മുക്കിൻ തുമ്പിൽ കോപക്കാരൻ കോടാ. പാനം തൊട്ടാലും സമ്മാനം വേണേ താഴെ തന്നെ വാടാമട്ടേ. കളിക്കാണാൻ വാ. ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും കഴിഞ്ഞാൽ നായക്കൂടിനുള്ളിൽ വേലിക്കുള്ളിൽ വേലക്കാരൻ വീരൻ, ഒന്നും കാര്യം കാണാൻ വാളട്ടുന്ന ശൂരൻ. മാലത്തോടലിൽ മൂളിക്കിടക്കും പാവത്താനെ പാറാവില്ലടാ. പോ അടിക്കാക്കാൻ പോ. ഇന്നലത്തെ മഴയത്ത് പൂത്തു കുറെ താളും തകരയും മണ്ടിൽ. വറച്ചട്ടിക്കകത്തിരുന്നാലും പാവം പൂവങ്കോഴി പുലരും പൂവും. കുറച്ച ഉദിക്കും സൂര്യനടങ്ങോ കുത്തുകുലുക്കി പിടഞ്ഞാൽ കുനുകുലുങ്ങോ. കൈയും തലയും പുറത്തേക്കിടലേ
തീരത്തെ വശത്തൂടടി വെച്ച് പോടാ പോ പടി കാക്കാൻ പോ धीर समीरे धीर समीरे यमुना तीरे वसति वने वनमाली ഒരു ഗോപികയായി മടിയിൽ മയങ്ങാൻ ഒരിക്കലും നീലക്കടമ്പാൽ മൗനം തളർത്തു വലയ നീലം കണ്ണാളിലില്ലേ അണ്ണാ അടുക്കണ്ട കാട്ടാ നിന്റെ പാട് നോക്കി പടിഞ്ഞാട്ട് പോടാ വെട്ടുപൊത്തിക്കാതിൽ വേദം മൂടാ വെറും വിധിയില്ല പത്തുപൊളിക്കാരാ വിട്ടുപിടിച്ചോ വിടാതെ വിട്ടുപിടിച്ചോ വട്ടുപിടിച്ചോ കുരങ്ങ വട്ടുപിടിച്ചോ കിടുങ്ങ മണികൾ അടങ്ങാം തിരികൾ ഒരു കൈ കയറ്റാൻ തുടങ്ങാം ഒരുങ്ങാം കളി കാണാൻ വാ ഏത് കാവനായക്കും ഒരിക്കൽ കാലമുറിക്കും കഴിഞ്ഞാൽ നായക്കൂടിനുള്ളിൽ മൂക്കില രാജ്യത്തവൻ രാജ മുറിമുക്കിൻ തുമ്പിൽ കോപക്കാരൻ പോടാ ആനം തൊട്ടാലും സമ്മാനം വേണി താഴെ തന്നെ വാടാവൻ ചമ്പി പോടാ പോ പടികാക്കാൻ പോ നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും എന്തൊരു വിശപ്പ് ഉണ്ണി ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് തരൂ ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നാ നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല എന്തെങ്കിലും തിന്നണം ഒറ്റ വിചാരമേ ഉള്ളൂ പിന്നെ തിന്നണ്ടേ എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു ക്ഷീണം ഉണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ അതേടാ എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല ഇവിടെ കിടത്തും ആ വെളിയിൽ ഇറങ്ങട്ടെ പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി നീ മറ്റാളത്തോട് വേണ പച്ച വെള്ളം തരത്തില്ല കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക അച്ചോ എനിക്കൊരു സംശയം നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനെയും ആശുപത്രിയിലാക്കി കാണും നിങ്ങളെ കൈനാക്കണ്ടൊന്നും വിളമ്പണ്ട ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ കേട്ടു ഓ ഹലോ കലാദർശന ഓ അതെ ഫാദർ തറക്കണ്ട സംസാരിക്കണേ എന്റെ കർത്താവേ എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി നമ്മുടെ വേനൽ ലോറിയും കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയിന്ന് ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോയിരിക്കണു എന്റെ കർത്താവേ എന്ത് പറയാ മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ് ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയിന്ന് എന്റെ ദൈവമേ പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല മനസ്സിലായോ അച്ചോ
ഈശോ വിശേഷിച്ച് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എനിക്ക് ധൈര്യം തരേണ്ട ഉണ്ണി ഇങ്ങനെ തളർന്നാലോ? ലതയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കൊരു രൂപവുമില്ല. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്ന ഇളയ രണ്ട് സഹോദരിമാർ. മല്ലികയുടെ വിവാഹം കഴിഞ്ഞ എന്റെ ബാധ്യത തന്നെ ഇനിയും തീർന്നിട്ടില്ല. എല്ലാ ബാധ്യതയും തീർന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ ഉണ്ണിയുടെ തീരുമാനം? എന്റെ സിറ്റുവേഷൻ കൂടി ഉണ്ണി ഒന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലതയ്ക്ക് ഈ പ്രപ്പോസൽ ഒഴിവാക്കാൻ കഴിയില്ലേ? ശരി, ഇത് ഒഴിവാക്കാം. അടുത്തൊരു പ്രപ്പോസൽ വരുമ്പോ എന്തു പറയും? എന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഉണ്ണിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരിമാരുടെ വിവാഹം എന്ന് കഴിയുന്നു അതിനുശേഷം നമ്മുടെ വിവാഹം, അല്ലേ? നീണ്ട ഒരു കാത്തിരിപ്പ്. ഉണ്ണി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിടിച്ചു നിൽക്കാൻ വയ്യാതായാൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട് വിട്ടിറങ്ങി ഉണ്ണിയോടൊപ്പം വരിക. വണ്ടി നിർത്തൂ. ആ മിമിക്രിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. പിടിച്ച് കർത്താവേ ഒന്ന് പതുക്കല കിടത്തക. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെ ആയി എന്റെ വീട്. പാപ്പച്ചൻ ചേട്ടനോട് ആര് പറഞ്ഞു കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാൻ? എടാ പട്ടി എന്ന് വിളിച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ച ഇവന്റെ വാക്കം കെട്ടി ഇറങ്ങി എനിക്ക് കിട്ടി. മാനഹാനി, ധനനഷ്ടം, ശരീര വീണ. എല്ലാ നല്ല സംരംഭങ്ങൾക്ക് പിന്നിലും ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ത്യാഗം സഹിച്ച പ്രധാനമന്ത്രി ആകണ്ടെന്ന് ഞാനിത് നിർത്താൻ പോവുക. നമ്മളെ ഗുണ്ടകളെ കൊണ്ട് തലിക്കാൻ അച്ഛൻ മനഃപൂർവ്വമായിരിക്കും സ്റ്റേഷൻ ഇറക്കിയത്. ഏയ് അങ്ങനെ നോവും വഴിയിൽ. പിന്നെ ഒരു കാര്യമില്ലാതെ അവന്മാര് വന്ന് നമ്മളെ തല്ലു. കാസർഗോഡ് ഖാദർ ഭായിയുടെ മകൻ കാസിം ഭായി ബോംബെന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവനാ ഹിന്ദി പറയുന്നത് കേട്ട ഒരു പക്ഷെ അവനായിരിക്കാനാ സാധ്യത. കലാദർശനക്കാരാണെന്ന് കരുതി ആള് മാറി നമ്മളെ അടിച്ചതായിരിക്കും. നിന്നെ കണ്ടപ്പോ കലാദർശനാണെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ വെച്ച് ട്രൂപ്പ് നടത്തിയാൽ ഞാൻ RIP ആയിപ്പോ. അങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാസിം ഭായിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയായിരുന്നു.
സിന്ദാബാദ് സിന്ദാബാദ് കാസിം ഭായ് സിന്ദാബാദ്. ഇപ്പൊ തന്നെ നീ വന്നത് നന്നായി. അതുകൊണ്ട് ഒരാളുടെ പണി കുറഞ്ഞു കിട്ടി. പക്ഷേ നീ പറയുന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടായാൽ ആദ്യം പോകുന്നത് നിന്റെ തലയായിരിക്കും. ഞാൻ കലാദർശനിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പൊ ഞാൻ വേറെ ട്രൂപ്പ് തുടങ്ങി. വർഷങ്ങളോളമായി നടത്തിവരുന്ന ഞങ്ങളുടെ ബിസിനസ് തകർത്ത ആരെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവന്മാരെ തകർക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് കാസിംബായി പറഞ്ഞ എന്ത് വേണേ ഞാൻ ചെയ്യാം. ശരി, നിങ്ങളെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. കലാദർശനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം. കേറിക്കോ. നിക്ക് നിക്ക്, എങ്ങോട്ടാ? ഇവിടെ ഇത്രയും നേരം ഒരുമിച്ചിരുന്ന് പോരാഞ്ഞിട്ട് ഇനി രണ്ടാളും കൂടെ റോഡിനെ ചുറ്റാൻ പോവാ? അല്ല, ഒരുമിച്ച് പോയ ആരെങ്കിലും കാണും. സാബു പൊയ്ക്കോട്ടെ. ഞാൻ പോട്ടെ. അല്ല, സാബു സാറോ എന്താ ഇവിടെ? ദുബായിൽ നിന്നൊക്കെ എത്ര വട്ടം ഇങ്ങോട്ട് പോന്നു? ഓ, ദുബായിലെ കാറ്റ് ചിലപ്പോ സാറിന് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇല്ലോടാ ഫ്ലിക്സ്. എങ്ങനെ ഇഷ്ടപ്പെടാൻ വെച്ചായ മാളിയേക്കൽ ചെറിയാറ്റന്റെ മകൾ സന്ധ്യയുടെ ഉള്ളപ്പോ മിമിക്രി സാർ എങ്ങനെയാ ദുബായി താമസിക്കുന്നത്? നീയാണ് കൂട്ടിക്കൊടുക്കുകാരി എന്ന് തുടങ്ങി ഈ പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ മിസ്റ്റർ ഫ്രെഡറിക്. ഞാൻ നോക്കി നിൽക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. സന്ധ്യയെ കൊണ്ടുപോകുന്നത് അവളുടെ ആങ്ങളമാരാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. സന്ധ്യ പുറത്തു പോകുമ്പോ ഒരു കണ്ണ് വേണമെന്ന് ആന്റിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു. പോയിട്ടൊന്ന് നോക്ക്. എന്നതാടാ ഇതിനൊക്കെ കാരണക്കാരൻ നീ അച്ചായന. ആമാർ ഓഫീസിൽ വന്ന് കരഞ്ഞ് മിമിക്രി കാണിച്ചപ്പോ അച്ചായൻ അതങ്ങ് വിശ്വസിച്ചു. മനസ്സിലായില്ലേ? സാബു ദുബായി പോയില്ലാന്ന്. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി ഇവളെ അവിടെ നിർത്തിയാൽ അത് അപകടമാണ്. തൽക്കാലം അവളെ ബാംഗ്ലൂർ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. കല്യാണവും നമുക്ക് അവിടെ വെച്ച് നടത്താം. നീ എന്നതാടാ ഈ പറയണേ? നമ്മൾ അവനെ പേടിച്ച് അവളെ നാട് കടത്തി കല്യാണം കഴിപ്പിച്ചു നാട്ടുകാരറിഞ്ഞ അതിന്റെ മാനക്കേട് എനിക്കാ. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ കല്യാണം എനിക്ക് നടത്തണം. അതെന്റെ ഒരു വാശിയാ. ഇവിടെ വെച്ച് നടത്തിയാൽ അവന്മാർ വന്നു വല്ല അലമ്പം ഉണ്ടാക്കിയാൽ അതിൽ പലൊരു മാനക്കേട് വരാനില്ല. അന്ന് അവന്റെ ശവമായിരിക്കും. മാളിയേക്കൽ കുഞ്ഞഗസ്തിയുടെ മകൻ ചെറിയാച്ചൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞഗസ്തിയുടെയും ചെറിയാച്ചന്റെയും മഹത്വമൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. മാനക്കേട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവളെ ബാംഗ്ലൂരിലോട്ട് അയക്കണം. അല്ലയോ ഫിലിക്സ്? പിന്നല്ലായോ? ആ, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. അടുത്ത ഞായറാഴ്ച ബാംഗ്ലൂർക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. ചേടാ ഫിലിക്സ്. ഹലോ, ഒരു ടിക്കറ്റ് വേണം. ഉണ്ണി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ആരാ? ഞാൻ ഇവിടെ. അമ്മേ, പിന്നെ ഇത് ലത കലാദർശനയിൽ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. എന്താ ലത ഇത്? ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാണോ ഇപ്പോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്? അമ്മയുടെ കത്ത് വന്നിരുന്നു. നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്താ വിശേഷിച്ച്? ഞായറാഴ്ച എന്റെ എൻഗേജ്മെന്റ് ആണ്. ആള് മസ്കറ്റിലാ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തണമെന്ന് എല്ലാം അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ലതയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. പ്രായമായ അമ്മ, സഹോദരിമാർ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ലതയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്നേഹിക്കാൻ ആരുടെയും അനുവാദം ചോദിക്കാത്ത മനസ്സിന് പറ്റിയ തെറ്റായിരിക്കാം. വേദനയോടെയാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ. ലത അമ്മയെ അനുസരിക്കണം. ഹോസ്റ്റലിൽ നിന്നിറങ്ങി ഉണ്ണിയുടെ അടുത്തേക്ക് വരുമ്പോ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു.
മോളെ, ചെറുപ്പം മുതലേ എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചവനാ എന്റെ ഉണ്ണി. അവനു വേണ്ടി അവനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരമ്മയെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല മോളെ. വിവാഹപ്രായമായ 2 പെൺമക്കൾ ഇനി ഈ വീട്ടിലുണ്ട്. അവരുടെ കൂടെ ഒരാൾ കൂടി കഴിയാൻ ഇവിടെ ഇടമുണ്ടാവും.